ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണമോള് അമ്മയെ കണ്ടിട്ട് തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ തന്നെ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ അമ്മയെ കാണുന്നില്ലേ? അതെ, ഞാനും ഒന്ന് കണ്ടിട്ട് വരാം, മോൾ ഇവിടെ നിൽക്കുക എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അപ്പോൾ വൈജയ്ക്ക് ബാലചന്ദ്രനെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ദേഷ്യമൊക്കെ മനസ്സിൽ വരികയാണ്. എന്നാലും ബാലചന്ദ്രൻ ഒരു കസേരയൊക്കെ ഇട്ട് അവിടെ നീക്കി ഇട്ട് നമ്മുടെ വൈജയുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഓ, എന്ത് പറയാൻ? അല്ല, ചികിത്സാ പിഴവോ നേഴ്സുമാരുടെ ശ്രദ്ധയോ ബൈസ്റ്റാൻഡർമാരുടെ അനാസ്ഥയോ അങ്ങനെ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഓ, അതിനേക്കാളും വലുത് സഹിച്ചുകൊണ്ട് കിടക്കുന്ന എനിക്ക് ഇത് വല്ലതും പ്രശ്നമാണോ? ഒരു പ്രശ്നമല്ല, എനിക്കറിയാം. പക്ഷേ ഞാൻ ചോദിക്കേണ്ട ഒരു കടമയുണ്ടല്ലോ. പിന്നെ ഇവിടെ ഫുഡോ അങ്ങനെ എന്തെങ്കിലും നിനക്ക് പരാതിയുണ്ടോ? ഓ, എല്ലാം ബഹുകേമം തന്നെ. ഈ ബഹു എന്നൊക്കെ പറയുമ്പോഴേ നീ സൂക്ഷിക്കണം, ആ താടിയെല്ലാം കൊണ്ട് ഊരിപ്പോവും. പരിഹസിക്കുകയാണോ നിങ്ങൾ? അപകടം ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കാം. അതൊക്കെ സാധാരണ അപകടങ്ങളല്ലേ. പക്ഷേ ഇത് എക്സ്ട്രാ അല്ലേ. വേഗം സുഖമായിട്ട് വാ, എന്നിട്ട് വേണം നമുക്ക് അംഗം കുറിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഇറങ്ങി പോകുമ്പോൾ വീണ്ടും വൈജി അങ്ങോട്ട് വിളിച്ച് നിർത്തി പറയുന്നുണ്ട്, എനിക്ക് അംഗം കുറിക്കാൻ വീട്ടിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ബെഡിൽ നിന്ന് എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കിടന്നുകൊണ്ട് തന്നെ എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും. ഓ, അങ്ങനെയാണോ? എന്നൊക്കെയാണോ നീ ഇവിടെ കിടന്ന് ചെയ്യാൻ പോകുന്നത്? അഡ്വക്കേറ്റിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഡിവോഴ്സ് നോട്ട്സ് കിട്ടുമ്പോൾ മനസ്സിലാക്കിക്കോളും. ഓ, അത് കൊള്ളാമല്ലോ, നല്ല സ്പീഡാണല്ലോ. പക്ഷേ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഗതി വക്കീൽ ഈ കൈ കൊണ്ട് നടക്കുന്നതല്ല. ഇന്നാ പിടിച്ചോന്നൊക്കെ പറയാം, അതിന് കുറേ പ്രൊസീജിയറുണ്ട്. അതെ, ഞാൻ കിണറ്റിലെ തവളയൊന്നുമില്ല, എനിക്ക് നന്നായിട്ടറിയാം. നീ ഡിവോഴ്സ് പറഞ്ഞുകൊണ്ട് എങ്ങോട്ട് പോകും? എനിക്ക് എങ്ങോട്ടാണ് പോകാൻ വയ്യാത്തത്? ജോലിയുണ്ട്, ശമ്പളമുണ്ട്. ഞാനൊരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറും. പിന്നെ എൻ്റെ മക്കളെയും വിളിച്ചുകൊണ്ട് പോകും. ഓ, നിനക്ക് മക്കൾ എത്രയുണ്ടെന്നറിയോ? അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എൻ്റെ 3 മക്കളെയും കൊണ്ട് പോകും. നീ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്, മനസ്സിലായില്ലേ? ബാലചന്ദ്രൻ എന്താ അറിയാത്തതുപോലെ ഞാൻ ഇത്ര മക്കളെ പ്രസവിച്ചെന്നുള്ളത്? എനിക്കറിയാം, പക്ഷെ നിനക്കറിയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ 3 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. അത് കല്യാണത്തിന് ശേഷം. കല്യാണത്തിന് മുന്നേ നീ എത്രത്തിന് പ്രസവിച്ചിട്ടുണ്ട്? ദേ ബാലചന്ദ്ര, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കല്യാണത്തിന് മുന്നേ പ്രസവിച്ചതേ ബാലചന്ദ്രൻ്റെ മറ്റവളാണ്, അല്ലാതെ ഞാനല്ല. എൻ്റെ മറ്റവൾ പ്രസവിച്ചതിനെ ഏറ്റെടുത്ത് ഞാനിവിടെ കൂടെ നിർത്തിയിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് നിനക്കങ്ങനെ വല്ലതും ഉണ്ടെങ്കിലേ നീയും വിളിച്ചോണ്ടോ. അങ്ങനെയാണെങ്കിൽ ടാലി ആവുമല്ലോ, അതിന് വഴക്കം തീരും. ദേ, ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, വെറുതെ ചോദിച്ചെന്നുള്ളൂ. വക്കീൽ നോട്ടീസ് വരുമ്പോഴേ അത് ഒപ്പിട്ട് വാങ്ങാനുള്ള മര്യാദ നിങ്ങൾ കാണിച്ചാൽ മാത്രം മതി. ഈയിടെയായിട്ട് മര്യാദ ഇത്ര കുറവാണ്, എന്നാലും ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചോളാം. എന്നാൽ ഞാൻ പൊക്കോട്ടെ. അങ്ങനെ ബാലചന്ദ്രൻ തിരിച്ച് കൃഷ്ണമോളെയും വിളിച്ചും കൊണ്ട് പോവാട്ടോ. വൈജ ആകെ ദേഷ്യം പിടിച്ച് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കൊല്ലപ്പള്ളിയിൽ നിന്ന് ബബിതയും രോഹിത്തും കൂടെ നേരെ കടപ്പാട്ടേക്ക് വന്നിട്ടുണ്ട്. അവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർക്കൊരു വല്ലാത്ത നാണക്കേട് വരുവാണ് കേട്ടോ. അപ്പോൾ ശിവനും അതുപോലെ രാജീവനും ചോദിക്കുന്നുണ്ട്, എന്താ മക്കളെ നിങ്ങൾ ഇറങ്ങുന്നില്ലേ വണ്ടിയിൽ നിന്നും കൊണ്ട്? ഇറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ വീട് തന്നെയല്ലേ. പിന്നെ എടാ രോഹി, നിങ്ങൾ ചെന്ന് അച്ഛനോട് സംസാരിക്കുക, അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം, അതൊക്കെ ഞങ്ങൾ സംസാരിച്ചോളാം, നീ ഇങ്ങോട്ട് ഇറങ്ങുക. അങ്ങനെ അവർ ഇറങ്ങാട്ടോ. വല്ലാത്തൊരു മടിയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഭവിതേ നിനക്കല്ലായിരുന്നു അത്യാവശ്യം ഇങ്ങോട്ട് വരാനായിട്ട്, പിന്നെ നീ എന്തിനാ മടിച്ച് നിൽക്കണേ, ഇറങ്ങങ്ങോട്ട്. അങ്ങനെ അവർ നേരെ കയറി വരുവാട്ടോ. അപ്പോൾ അലീന തന്നെ ആദ്യം വാതിലൊക്കെ തുറക്കുകയാണ്. അലീനയെ കാണുമ്പോൾ ശിവനും രാജീവനും ചോദിക്കുന്നുണ്ട്, ഇവിടെ അച്ഛനില്ലേന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇല്ലയെന്ന് പറയുന്നുണ്ട്. പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ വഴക്കിന് വന്നതൊന്നുമല്ല. എന്തായാലും ബബിതയും രോഹിത്തും വന്നിട്ടുണ്ട്, അവരെ ഞങ്ങളല്ലേ വിളിച്ചുകൊണ്ട് പോയത്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ കൊണ്ടുവിടുന്നില്ലേ ന്യായം, അതാ കാര്യം. അവർക്ക് എപ്പോഴും വേണമെങ്കിലും തിരിച്ചു വരാൻ നന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ സ്വന്തം വീട് തന്നെയല്ലേ, പിന്നെന്താ. രോഹി കയറി വടാ. അങ്ങനെ അവർ രണ്ടുപേരും വലിയ ഗമയിൽ അലീനയെ ഒന്ന് ചെറിഞ്ഞ് നോക്കിയിട്ട് അലീന പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും മൊത്തം നോക്കുന്നില്ല എന്ന് നേരെ മേളിലേക്ക് കയറി പോവാട്ടോ. അവരുടെ സ്വഭാവം ഒന്നും മാറില്ലല്ലോ. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. എന്നെ വിളിച്ചിരുന്നു എന്ന് അലീന പറയാട്ടോ. നീ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അലീനെ? എന്നാൽ പിന്നെ നീ ചെയ്തോ, ഞങ്ങളിവിടെ ഇരുന്നോളാം. വേണ്ട, കുടിക്കാനോ ചായ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കേണ്ട. ഒന്നും വേണ്ട, നിനക്ക് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. സാരില്ല, എനിക്ക് ആരോടും ഒരു വിരോധമില്ല. പിന്നെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ആരാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ കൊല്ലപ്പള്ളിക്ക് വന്നത്. പിന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നല്ലോ, കുറേ അബദ്ധങ്ങൾ കാണിച്ചു. വാസ്തവത്തിൽ നിന്നെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സാരമില്ല, ഞാൻ കാരണം നിങ്ങൾക്കാർക്കും ഒന്നും നഷ്ടപ്പെടരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ ഒന്നും കൊണ്ടുപോകാൻ വന്നതല്ല, ആരെയും ഒന്നും തരണ്ട. പിന്നെ എല്ലാവരെയും ഒന്ന് കാണാൻ വലിയ കൊതിയുണ്ടായിരുന്നു, അത് ആരും ഇല്ലാത്തവളാണല്ലോ എന്ന വിഷമം കൊണ്ട് തോന്നിയതാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ വന്നത് വലിയ തെറ്റായി പോയെന്ന്. എന്തായാലും ഇനി തിരിച്ചു പോകാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ശിവൻ വന്ന് പറയുന്നുണ്ട്, തിരിച്ചു പോകേണ്ട മോളെ, നീ തിരിച്ചു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് ആരുമില്ലാന്ന് നീ വിചാരിക്കാൻ വേണ്ട, എല്ലാവരും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒരു കാര്യം പറയാം, എല്ലാം ഒന്ന് കളങ്ങി തെളിയാനായിട്ട് കുറച്ച് സമയം എടുക്കും, അത്രയേ ഉള്ളൂ. അതുവരെ നമ്മൾ ക്ഷമിക്കണം. നിന്നോടത് റിക്വസ്റ്റ് ചെയ്യേണ്ട ഇത് മാത്രമാണ്. എന്താണ്? അല്ല, വൈജ ഡിവോഴ്സിന് പോവുകയാണെങ്കിൽ നീ കുറച്ച് നാളത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണം, അത്രയേ ഉള്ളൂ. അല്ല, അത് വേറൊന്നും കൊണ്ടല്ല, ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അലീന വല്ലാത്തൊരവസ്ഥയില്ല കേട്ടോ. എന്നിട്ടും പറയുന്നുണ്ട് സാരില്ല ഞാൻ പൊക്കോളാം, പക്ഷേ അച്ഛൻ പറയാതെ ഞാൻ ഒട്ടും പോകത്തില്ല. ഞങ്ങൾ ബാലചന്ദ്രനോട് സംസാരിക്കാം, നീയും കൂടെ മനസ്സ് വയ്ക്കണം, എന്നാൽ ഒരു പക്ഷേ ശരിയാവും. അല്ല, അയാളൊരു വാശിയില്ല, അയാളുടെ തുറുപ്പ് ചീട്ടാണ് നീ, അതിൻ്റെ അപ്പുറത്താണ് ഈ കുടുംബത്തിന് നിലനിൽപ്പ്. നീ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. പിന്നെ ബാലചന്ദ്രൻ ഇപ്പോൾ നിന്നെ മുന്നിൽ നിർത്തി കളിക്കുന്നതാണ്. വൈജയെ ഒരു ശരിക്കും പൂച്ച എലിയിട്ട് കളിപ്പിക്കും പോലിട്ട് കളിപ്പിക്കുകയാണ്. പക്ഷേ എന്തൊക്കെയായാലും എൻ്റെ അച്ഛൻ പറയാതെ ഞാനതൊന്നും സമ്മതിക്കില്ല. നിൻ്റെ സ്വന്തം അച്ഛനല്ലല്ലോ മോളെ അത്. പക്ഷേ എൻ്റെ അച്ഛൻ, ഞാൻ ശരിക്കും ആരാന്നറിഞ്ഞ ശേഷം ഒരു അച്ഛൻ്റെ സ്നേഹം തന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. ആ അച്ഛനെ മറികടന്ന് ഞാനൊന്നും ചെയ്യില്ല. അച്ഛൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കില്ലേ? നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്തൊക്കെയാണെന്ന്. ഇത് പക്ഷേ അച്ഛൻ അങ്ങനെയല്ല. പിന്നെ എന്നോട് വലിയ ശത്രുത കാണിക്കേണ്ട ആളല്ലേ അച്ഛൻ, എന്നിട്ടും അച്ഛൻ എന്നോട് വലിയ സ്നേഹമല്ലേ. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നീ ഒന്ന് സംസാരിക്കണം. അതൊക്കെ ഞാൻ സംസാരിച്ചോളാം അച്ഛനോട്. സാരമില്ല, ഇനിയിപ്പോൾ എന്തായാലും അച്ഛൻ എന്നെ പറഞ്ഞു വിടില്ല. അച്ഛനൊരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. മറുവശത്തെ ആൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. എന്നെ ഇവിടുന്ന് അടിച്ചോടിക്കണം എന്നുള്ള വാശി ഉപേക്ഷിക്കണം, എന്നാലേ പറ്റൂ. മോളെ നിൻ്റെ പെറ്റമ്മയല്ലേ, ഒക്കെ ശരി തന്നെ. പക്ഷേ ആ അമ്മ എന്തൊക്കെയാണ് എൻ്റെ അച്ഛനോട് കാണിച്ചത്? അച്ഛനോട് അല്പമെങ്കിലും താന്ന് സംസാരിക്കണ്ടേ? ഇതങ്ങനെയല്ലല്ലോ കാണിക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെയായി കുരുക്കഴിക്കുക എന്നിങ്ങനെ രാജീവം ചോദിക്കട്ടോ. സാരമില്ല, അച്ഛൻ പതിയെ തണുത്തോളും. അച്ഛന് ഇത്രയും കാലം അച്ഛൻ ചതിക്കപ്പെട്ടവനായിട്ടിരിക്കുമ്പോൾ അച്ഛന് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, ഒരു പിടിവള്ളി വേണ്ടേ? അത് തന്നെയാണ് ഞാൻ. എനിക്കതുകൊണ്ട് അച്ഛനെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ കൃഷ്ണമോളും അതുപോലെ രണ്ടുപേരും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനും ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ കൃഷ്ണമോൾ പറയണത് കൊല്ലപ്പള്ളിയിലെ കാറാണല്ലോ അച്ഛാ. എന്തിനെങ്കിലും വന്നതായിരിക്കും, ഇനിയിപ്പോൾ പേടിക്കണ്ട, അവരൊക്കെ സ്വന്തക്കാർ തന്നെയല്ലേ, അതുകൊണ്ട് അവർ തന്നെ സംസാരിച്ച് ഡീൽ ചെയ്തോളും. ഞാനല്ലേ അന്യൻ എന്ന് പറയട്ടോ. ആണോ അച്ഛാ? അങ്ങനെയൊന്നുമില്ല, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അലീനയ്ക്ക് ആരും എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി വരുവാണ് കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അളിയന്മാർ വന്നിട്ട് കുറേ സമയം ആയോ എന്ന് ചോദിക്കാം കേട്ടോ. ഞാൻ ഹോസ്പിറ്റലായിരുന്നു, ശത്രുവാണെങ്കിലും ഞാൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ ഇതുവരെയുള്ള ഡീറ്റെയിൽഡ് ബില്ലെല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ 8 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുണ്ട്. ഇത് എന്താണ് ഞങ്ങളുടെ തരുന്നത്? നിങ്ങൾ തന്നെ ഈ ബില്ലടയ്ക്കണം, റീഫണ്ട് ചെയ്തേ പറ്റുള്ളൂ. അതെന്തിനാണ് ഞങ്ങൾ ചെയ്യണത്? നിൻ്റെ ഭാര്യയെ നീ ചികിത്സിക്കേണ്ടത് ഞാൻ എന്തിനാണ് തരുന്നത്? അത് ഞാൻ പറഞ്ഞു തരാം. ബൈജ എന്നെയും മക്കളെയും ഈ വീട് ഉപേക്ഷിച്ച് അർദ്ധരാത്രി കാർ കൊടുത്ത് ഇവിടുന്ന് പോയപ്പോഴാണല്ലോ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത്. അതുമാത്രമല്ല, ഏകദേശം അപകടം നടക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയല്ല, ഞാൻ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അവളെ ഉപേക്ഷിച്ച് കളഞ്ഞു. പിന്നെ കൊല്ലപ്പള്ളിയിൽ നിന്ന് കടപ്പാട്ട് വരെ 11 കിലോമീറ്റർ ദൂരമുണ്ട്. അതിൽ 7 കിലോമീറ്ററിന് അപ്പുറം വെച്ചാണ് ഏകദേശം കൊല്ലപ്പള്ളി എത്താറായപ്പോഴാണ് ഈ സംഭവം. അപ്പോൾ നിങ്ങളുടെ പരിധിയിൽ വെച്ചാണ് ഇത് നടന്നത്. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. എന്തൊക്കെ മുട്ട ന്യായങ്ങളാണ് ഇതൊക്കെ പറയുന്നത്? ഒന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് സത്യം. അവൾ ചെയ്തു വെച്ച വിനയാണ്. അതുമാത്രമല്ല, നിങ്ങളിത് അടച്ചേ പറ്റുള്ളൂ. ഞാനും അവളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് അവളിപ്പോൾ പറയുന്നത്. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാലും ഇങ്ങോട്ട് വരില്ല, നേരെ ഡിവോഴ്സ് വാങ്ങി പോകുമെന്ന് പറയുന്നത്. അങ്ങനെ ഒരാളിനെ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് ചിലവാക്കുന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല, ഒരു പക്ഷേ ആശുപത്രിയിൽ നിന്ന് അവൾ തിരിച്ചിങ്ങോട്ട് വരുവാണെങ്കിൽ ഈ ഫണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന പൈസ ഞാൻ തിരിച്ച് തന്നേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ തന്നെ നിങ്ങളുടെ സഹോദരിക്ക് വേണ്ടി അടയ്ക്കണം. ഞാനത് ചെയ്യില്ല എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയാട്ടോ. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ആകെ അന്തം വിട്ട് പോവാട്ടോ. അവൾ ഹോസ്പിറ്റലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാലേന്ദ്ര ഭാര്യയായിട്ട് തന്നെ ഇവിടെ ജീവിക്കും, ഉറപ്പാണ്. അങ്ങനെ എനിക്ക് ഉറപ്പില്ല. പ്രസവിച്ച പെങ്ങളുടെ കുഞ്ഞിനെ വല്ലവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത് അങ്ങനെയുള്ളവരുടെ വാക്ക് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? നിലമറന്ന് സംസാരിക്കില്ലേ ബാലേന്ദ്ര? ആരാണ് നിലമറന്ന് സംസാരിച്ചത്? ഞാനല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു 500 രൂപയുടെ മുദ്രപത്രം വാങ്ങിച്ച് അതിൽ വൈജയെ കൊണ്ട് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചോണ്ടാ അവൾ ഇങ്ങോട്ട് തന്നെ വരുമെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചോളാം എന്ത് വേണമെന്നുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ എന്തായാലും ഇതായി അടച്ചേ പറ്റൂ. അവസാനം നിവർത്തിയില്ലാതെ രാജീവനും ശിവനും പറയുന്നുണ്ട്. എന്തായാലും ശരി, ഞങ്ങളിത് അടച്ചോളാം. ശരി, നിങ്ങൾ ഇന്ന് തന്നെ നിൻ്റെ ബാങ്കിലേക്ക് ഇട്ടുതരാമെന്ന് പറയാം. ശരി, ബാങ്കിലേക്ക് ഇട്ടോ, കുഴപ്പമില്ല. പക്ഷേ വൈജ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ, എൻ്റെ മക്കളുടെ അമ്മയായിട്ടാണ് ഈ വീട്ടിൽ വരുന്നതെങ്കിൽ ഞാൻ നിങ്ങൾ അടച്ച പൈസയെല്ലാം ഞാൻ തിരിച്ച് തന്നേക്കാമെന്ന് പറയാട്ടോ. അങ്ങനെ ആ ഒരു ഡീലിങ്ങിൽ അവരങ്ങനെ പൈസ അടയ്ക്കും. ഇനിയിപ്പോൾ 8 ലക്ഷം രൂപയാണ്, എന്താ ചെയ്യുക? ഇനി വൈജയെ കൊണ്ട് തന്നെ ഇത് സമ്മതിപ്പിക്കണം എന്നവർ വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.